ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും പാപം മൂലമുണ്ടായ വേർപിരിയലിനെ മറികടന്ന് മനുഷ്യരാശിക്ക് ദൈവവുമായി അനുരഞ്ജനത്തിന് വഴിയൊരുക്കി എന്ന വിശ്വാസത്തെ ഇത് സൂചിപ്പിക്കുന്നു. പ്രധാന വശങ്ങളുടെ ഒരു ഹ്രസ്വ അവലോകനം ഇതാ. പാപവും വേർപിരിയലും ആദാമിന്റെയും ഹവ്വായുടെയും അനുസരണക്കേടുകളിലൂടെ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഇത് മനുഷ്യത്വത്തിനും ദൈവത്തിനുമിടയിൽ വിള്ളലുണ്ടാക്കി എന്ന് ക്രിസ്ത്യൻ സിദ്ധാന്തം പഠിപ്പിക്കുന്നു. ഈ വേർപിരിയൽ അർത്ഥമാക്കുന്നത് മനുഷ്യർക്ക് സ്വന്തമായി മോക്ഷം നേടാൻ കഴിയില്ല എന്നാണ്. ത്യാഗപരമായ മരണം ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് ദൈവപുത്രനായി കണക്കാക്കപ്പെടുന്ന യേശു ഭൂമിയിൽ വന്ന് പാപരഹിതമായ ജീവിതം നയിച്ചു. അവന്റെ കുരിശുമരണം മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു ത്യാഗപരമായ പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു. മനുഷ്യരാശിക്ക് അർഹമായ ശിക്ഷ യേശു സ്വയം ഏറ്റെടുത്തു, അനേകർക്ക് മറുവിലയായി തന്റെ ജീവൻ അർപ്പിച്ചു. പ്രായശ്ചിത്തവും പാപമോചനവും യേശുവിന്റെ ബലി മനുഷ്യരാശിയെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്ന പ്രക്രിയയാണ് പാപപരിഹാരം എന്ന ആശയം സൂചിപ്പിക്കുന്നത്. അവന്റെ രക്തത്തിലൂടെ വിശ്വാസികൾ അവരുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ പോലെയുള്ള ഭാഗങ്ങളുമായി ഇത് പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. അത് എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പുനരുത്ഥാനവും പുതിയ ജീവിതവും കുരിശുമരണത്തിനു ശേഷമുള്ള 3-ാം ദിവസം യേശുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് മരണത്തിനും പാപത്തിനുമെതിരായ വിജയമായാണ് കാണുന്നത്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന വശമാണ്. പുതിയ ജീവിതത്തെയും വിശ്വസിക്കുന്നവർക്ക് നിത്യജീവന്റെ വാഗ്ദാനത്തെയും പ്രതീകപ്പെടുത്തുന്നു. വിശ്വാസവും കൃപയും മനുഷ്യപ്രയത്നത്തിലൂടെയോ സൽപ്രവൃത്തികളിലൂടെയോ അല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് വീണ്ടെടുപ്പ് ലഭിക്കുന്നതെന്ന് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നു. രക്ഷ എന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണെന്നും കൃപയാൽ നൽകപ്പെട്ടതാണെന്നും ഈ വിശ്വാസം ഊന്നിപ്പറയുന്നു.